മുഅ്മിനീങ്ങൾ ശ്രദ്ധിക്കുക, ഒരാളുടെ സ്വഭാവ സർട്ടിഫിക്കറ്റിന്റെ അടിയിൽ ഒപ്പിടേണ്ടത് മിത്രം അല്ല, സുഹൃത്തുക്കളല്ല, ശത്രുക്കളാണ് ഒപ്പിടേണ്ടത്. ഇവനെ പറ്റും. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സർട്ടിഫിക്കറ്റിന്റെ അടിയിൽ ഒപ്പിട്ടത് അബൂ സുഫിയാനാണ്. നജാശി രാജാവിന്റെ മുമ്പിൽ വെച്ചിട്ട് ഒപ്പാണ് ഇട്ടുകൊടുത്തു. ജീവിതത്തിൽ ഇതുവരെയായി വല്ല കളവും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഒപ്പിട്ടു. ഒപ്പ് എന്ന് പറഞ്ഞാൽ സാങ്കല്പികമായി പറഞ്ഞതാണ്. ശത്രുവാണ് ഒരു മനുഷ്യന്റെ സ്വഭാവം. അയൽവാസിയാണ് സ്വഭാവത്തിന്റെ സർട്ടിഫിക്കറ്റ് തരേണ്ടത്. പെരയിലുള്ള ആൾക്കാരല്ല. ഭാര്യ തന്നിട്ട് കാര്യമില്ല, മക്കൾ തന്നിട്ട് കാര്യമില്ല. അയൽവാസി ഒപ്പിടണം സ്വഭാവ സർട്ടിഫിക്കറ്റില്, പെരുമാറ്റ സർട്ടിഫിക്കറ്റില്. ശത്രുവിനോട് ഒരാൾ എങ്ങനെ പെരുമാറുന്നു എന്നുള്ളതാണ് ക്വാളിറ്റി. അഭിപ്രായ വ്യത്യാസമുള്ളവനോട് എങ്ങനെ പെരുമാറുന്നു എന്നുള്ളതാണ് ക്വാളിറ്റി. അഭിപ്രായമുള്ളവനോട് എങ്ങനെ പെരുമാറുന്നു എന്നതല്ല ക്വാളിറ്റി. അതുകൊണ്ട് മിത്രത്തോട് പെരുമാറുന്നതിനേക്കാൾ സൂക്ഷ്മത ശത്രുവിനോട് പെരുമാറുന്നതിനുണ്ടായിരിക്കണം. അതാണ് പരിശുദ്ധമായ ദീൻ പഠിപ്പിച്ചിട്ടുള്ളത്. അതാണ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സംസ്കാരം എന്ന് പറയുന്നത്. എടാ അബൂജായിലെ, ധൈര്യം ഉണ്ടെങ്കിൽ പുറത്തേക്ക് ഇറങ്ങടാ, എന്റെ പല്ല് ഞാൻ തച്ചു വയ്ക്കുന്നു മുഹമ്മദ് നബി പറഞ്ഞിട്ടില്ല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അബൂജാലിനോട് അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു, അന്നെ ഞാൻ കാണിച്ചു തരാന്നൊന്നും പറഞ്ഞിട്ടില്ല. ധൈര്യം ഉണ്ടെങ്കിൽ പുറത്തേക്ക് ഇറങ്ങി, അങ്ങാടിയിൽ നിന്ന് കാണാം, പെരയിൽ ഇരുന്നിട്ട് ഇങ്ങനെ പറയാം. ഇതൊന്നും എന്താ ധൈര്യം ഉണ്ടെങ്കിൽ പുറത്തേക്ക് ഇറങ്ങിക്കാം. അങ്ങനത്തെ ഒരു സംസാരം കാണാൻ പറ്റൂല. ഹദീസ് അരിച്ച് പെറുക്കി തെരഞ്ഞോളി കാണൂല. മാന്യമായി സംസാരിക്കാൻ പറ്റണം. അഭിപ്രായമുള്ള എല്ലാവർക്കും അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും. അത് വെറുപ്പും വിദ്വേഷവും ആവാതിരുന്നാലും മതി. അഭിപ്രായം ഉണ്ടായതിനൊരു കുഴപ്പമില്ല, അഭിപ്രായ വ്യത്യാസം ഉണ്ടായതിനും കുഴപ്പമില്ല. അത് നിഫ്രത്ത് എന്ന പേരായ വെറുപ്പാവാതിരുന്നാൽ മതി. അഭിപ്രായ വ്യത്യാസം ഏത് കാര്യത്തിലാണോ ആ അഭിപ്രായ വ്യത്യാസം നീങ്ങിയാൽ അവൻ നമ്മുടെ സുഹൃത്താക്കാൻ വേണ്ടി പറ്റണം. ഏത് കാര്യത്തിലാണോ അഭിപ്രായ വ്യത്യാസം ഉള്ളത് അതാണ് പോയാല് നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്തായിരിക്കണം അവൻ. ആ നിലയിലാണ് വിഷയങ്ങളെ കാണാനും കൊണ്ടു നടക്കാനും നമുക്ക് കഴിയേണ്ടത്. അനുകൂലവും പ്രതികൂലവുമായ ഏത് സാഹചര്യത്തിലും മുസ്ലിമായി ജീവിക്കാൻ കഴിയും. അനുകൂലമായ സാഹചര്യത്തിന് മാത്രം നല്ല മുസ്ലിം ആവാൻ കഴിയുക. അനുകൂലവും പ്രതികൂലവുമായ ഏത് സാഹചര്യത്തിലും മുസ്ലിമായി ജീവിക്കാൻ കഴിയും. അതുകൊണ്ട് ഇസ്ലാമിന്റെ അധ്യാപനങ്ങൾ എന്തൊക്കെയാണ്, ഇസ്ലാമിന്റെ സ്വഭാവങ്ങൾ എന്തൊക്കെയാണ്, ഇസ്ലാമിന്റെ പെരുമാറ്റ രീതികൾ എന്തൊക്കെയാണ്, ഇസ്ലാമിന്റെ സാമ്പത്തിക നടപടിക്രമങ്ങൾ എന്തൊക്കെയാണ്, ഈ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. സ്വഭാവത്തിന് ഒരു മാറ്റം ഇല്ലെങ്കിൽ അറബിയിലുള്ള നമ്മുടെ പേര് കൊണ്ടൊരു കാര്യമില്ല. ഒരു പേര് പോരായിട്ട് രണ്ട് പേര് കൂട്ടിക്കാണ്. ഇന്ത്യക്ക് പേരുമ്പോ രണ്ടെണ്ണാണ്, അഹമ്മദ് സാരി. അത് പോരായിട്ട് പിന്നെ കോളേജിൽ പോയിട്ട് പരീക്ഷ എഴുതിങ്ങാണ്ട് ഒരു പേരും കൂടിയും കൂട്ടി ഫൈസി. അതും പോരായിട്ട് ഈ തലയ്ക്ക് ഒന്ന് കൂട്ടി ഡോക്ടറെ. സ്വഭാവത്തിനൊരു മാറ്റമില്ലെങ്കിൽ ഈ പേരുകൊണ്ട് എന്ത് കാര്യമുള്ളത്? സ്വഭാവം മാറണം. ഇസ്ലാം ദീൻ കൊണ്ട് ഒരു മനുഷ്യനുണ്ടാവേണ്ട മാറ്റം എന്ന് പറയുന്നത് സ്വഭാവത്തിലെ മാറ്റമാണ്. ഒരിക്കൽ മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദറത്തിൽ മലമ്പ്രദേശത്ത് താമസിക്കുന്ന ഒരു സ്വഹാബി വര്യൻ വന്നു. അള്ളാഹുവിന്റെ റസൂലിന്റെ സദസ്സിൽ ഇങ്ങനെ ഇരുന്നു. കുറെ സമയം കേട്ടതിന് ശേഷം പോകാൻ സമയത്ത് അയാൾ എഴുന്നേറ്റ് അടുത്തേക്ക് വന്നുകൊണ്ട് ചോദിച്ചു, മൽ ഇസ്ലാമു യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ റസൂലേ, ഇസ്ലാം എന്ന് പറഞ്ഞാൽ എന്താണ്? നബി തങ്ങൾ പറഞ്ഞു, മദ്ദീനു യാ റസൂലല്ലാഹ്. അങ്ങനെ ചോദിച്ചു, ദീന് പറഞ്ഞാൽ എന്താണ് എന്ന് ചോദിച്ചു. മുസ്തഫായ നബി തങ്ങൾ പറഞ്ഞു, അദ്ദീനു ഹുസ്നുൽ ഖുലുഖി, ദീൻ എന്ന് പറഞ്ഞാൽ സൽസ്വഭാവമാകുന്നു എന്ന് പറഞ്ഞു. മൂപ്പര് പ്രതീക്ഷ മറുപടി അങ്ങനെയല്ല. മൂപ്പര് പ്രതീക്ഷ നാട്ടിൽ പോയിട്ട് പറയാനുള്ള മറുപടിയാണ്. കുറച്ചൊരു നീളമുള്ള ഒരു പാരഗ്രാഫ്, ഒരു 100 വാക്കുള്ള ഒരു പേജുള്ള ഒരു മറുപടിയാണ് മൂപ്പര് പ്രതീക്ഷ. ഒരു 4 വർത്താനം ഇസ്ലാമിനെ പറ്റി നാട്ടിൽ പോയിട്ട് പറയാന് അത് തെരിയുന്നതാണ് മൂപ്പര് ചോദ്യം. പക്ഷെ അത് ഒറ്റ വാക്കിൽ ഒതുങ്ങി, അദ്ദീനു ഹുസ്നുൽ ഖുലുഖി. പോയില്ല, അവിടെ തന്നെ ഇരുന്നു. കുറെ കഴിഞ്ഞിട്ട് രണ്ടാമതൊരു വഴി കൂടെ ഇങ്ങനെ വന്നിട്ട് ചോദിച്ചു, മദ്ദീനു യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ റസൂലേ, ദീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മുസ്തഫായ നബി തങ്ങൾ പറഞ്ഞു, അദ്ദീനു ഹുസ്നുൽ ഖുലുഖി, ദീൻ എന്ന് പറഞ്ഞാൽ സൽസ്വഭാവമാണ് പറഞ്ഞു. പഴയ മറുപടി തന്നെ. പോയില്ല, അവിടെ തന്നെ ഇരുന്നു. കുറെ സമയം കഴിഞ്ഞിട്ട് മൂന്നാമത് വേറെ വഴിയില്ല വന്നിട്ട് ചോദിച്ചു, മദ്ദീനു യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ റസൂലേ, ദീൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചോ പറഞ്ഞു, അദ്ദീനു ഹുസ്നുൽ ഖുലുഖി, ദീൻ എന്ന് പറഞ്ഞാല് സൽസ്വഭാവമാണ്.
വേറെ കിട്ടൂല എന്ന് ഉറപ്പായി. അപ്പൊ ഇങ്ങനെ പോക ഒരുങ്ങി വാതിലിന്റെ അവിടെ എത്തിയേക്കിനും ഇങ്ങോട്ടനെ വിളിച്ചു, ഇവിടെ വാ. വമാ ഹുസ്നുൽ ഖുലുഖി, സൽ സ്വഭാവം എന്നാൽ എന്താണെന്ന് നിനക്കറിയുമോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു അല്ലാഹു റസൂലുഹു അലം, അല്ലാഹുവിനും അവന്റെ റസൂലിനും അറിയാം എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു ലാ തഗ്ലബ് അഹദാ, നീ ആരോടും ദേഷ്യപ്പെടരുത് എന്നതാകുന്നു സൽ സ്വഭാവം എന്ന് പറഞ്ഞു. സൽ സ്വഭാവത്തെ ഒറ്റ വാക്കിൽ ഒതുക്കാൻ കഴിയൂല, എന്നാൽ കഴിയാണെങ്കിൽ അത് ഈ വാക്കാണ്. ലാ തഗ്ലബ് അഹദാ, നീ ആരോടും ദേഷ്യപ്പെടരുത്. ഇത് അറിയാത്തതുകൊണ്ടല്ലല്ലോ നമ്മൾ ഭാര്യനോട് ചൂടാകുന്നത്, അല്ലെങ്കിൽ ഭാര്യ നമ്മളോട് ചൂടാകുന്നത്, അല്ലെങ്കിൽ അയൽവാസിനോട് ചൂടാകുന്നത്, അല്ലെങ്കിൽ ഡ്രൈവറോട് ചൂടാകുന്നത്, അല്ലെങ്കിൽ ഒരു ഡ്രൈവർ അടുത്ത വണ്ടിയിലത്തെ ഡ്രൈവറോട് ചൂടാകുന്നത്, അല്ലെങ്കിൽ ഡ്രൈവർ ക്ലീനറോട് ചൂടാകുന്നത്, അല്ലെങ്കിൽ തൊഴിലാളി ജോലിക്കാരനോട് ചൂടാകുന്നത്. ചൂടാകാൻ തന്നെ മനസ്സിലായില്ലേ? ദേഷ്യപ്പെടുക. ഓരോന്നും നമുക്ക് ന്യായാണ്. അത് ഓനോടൊക്കെ കുറച്ച് അങ്ങനെ നിൽക്കണം, എന്നാലേ ഓൻ നേരാവുള്ളൂ. ഇതാണ് ന്യായം. ഏത്? മുതലാളി തൊഴിലാളിയോട് കുറച്ച് ഗൗരവത്തിൽ നിന്നാലേ ഓൻ നേരാവുള്ളൂ. ആര് പറഞ്ഞു? പരിശുദ്ധ ഖുർആൻ കാഫിരിങ്ങളെ വിളിച്ച വിളി ഖുർആനിലുണ്ട്. ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ. എന്താ അയ്യുഹ എന്ന് പറഞ്ഞാൽ? ബഹുമാനികളെ എന്നാണ് അതിന്റെ അർത്ഥം. യാ കാഫിറു എന്ന് പറഞ്ഞാൽ മതി, കാഫിരിങ്ങളെ എന്ന് പറയാൻ. അയ്യുഹന്റെ അർത്ഥം അയ്യോഹ ബഹുമാനിച്ചുകൊണ്ട് പറയുന്ന വാക്കാണ്. ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ, എന്റെ ബഹുമാനികളായ. നമ്മളെ മുമ്പ് ഒരു ത്വലാഖ് സംവാദം ഉണ്ടായില്ല, നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടായോ? ചെറുശ്ശേരി ഉസ്താദ് ഒരു ഫത്വ കൊടുത്തിട്ട് അതിനെതിരിലൊരു പ്രശ്നം ഉണ്ടായി. എൻ്റെ നാടിൻ്റെ അടുത്താണ് ത്വലാഖ് സംവാദം ഉണ്ടായത്. അങ്ങനെ അതിൽ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ ബോർഡിന്റെ ഇപ്പോഴത്തെ ജനറൽ സെക്രട്ടറിയായ MT അബ്ദുൽ മുസ്ലിയാർ, അള്ളാഹു അവർക്ക് ദീർഘായുസ്സ് കൊടുക്കട്ടെ, MT ഉസ്താദാണ് സംവാദത്തിൽ പങ്കെടുക്കുന്നത്. അപ്പൊ അങ്ങനെ ഉസ്താദ് ഇങ്ങനെ സംസാരിക്കുമ്പോൾ സംസാരത്തിന്റെ ഇടയിൽ പറയാണ്, ബഹുമാനപ്പെട്ട ഉലമാക്കൾ, ഞാൻ ഈ പറയുന്ന കാര്യമൊന്നും മനസ്സിലാക്കിയെങ്കിൽ എത്ര നന്നായിരുന്നു. എൻ്റെ ജീവിതത്തിൽ വലിയൊരു മാറ്റം ഉണ്ടാക്കിയൊരു വർത്താനാണത്. ശത്രുവിനോട് എങ്ങനെയാണ് സംസാരിക്കേണ്ടത്. ബഹുമാനപ്പെട്ട ഉലമാക്കൾ, ഞാൻ ഈ പറയുന്ന കാര്യമൊന്നും മനസ്സിലാക്കിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ആ പഴയ CD ഇപ്പോഴും ഉണ്ട്, വേണമെങ്കിൽ എടുത്തു നോക്കി, വേണമെങ്കിൽ എടുത്തു നോക്കിക്കോളി, നിങ്ങൾ പരിശോധിച്ച് നോക്കിക്കോളി. ബഹുമാനിച്ചു വെച്ചിട്ടൊരു കുഴപ്പം പറ്റൂല. കാഫിരിങ്ങളെ അള്ളാഹു തആല ബഹുമാനിച്ചുകൊണ്ടാണ് വിളിച്ചിട്ടുള്ളത്. ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ. എന്നിട്ട് നമ്മക്ക് തോന്നുക കീഴിൽ ജോലി ചെയ്യണവരെ കുറച്ചൊക്കെ എങ്ങനെ എടാ പോടാന്നൊക്കെ വിളിച്ചെങ്കിലേ നേരാവുള്ളൂ. അല്ല, ശരിയല്ല. ഇസ്ലാം എല്ലാവരെയും ബഹുമാനിക്കാൻ പഠിപ്പിച്ചിരിക്കുന്നു. പിന്നെ അതിൽ വേറൊരു കാര്യം എന്താ വെച്ചാലേ, ഒരു മനുഷ്യൻ നോർമലാകുന്നത്, അതായത് നോർമലാണെന്ന് പറയല്ലോ ഒരാളൊരു നോർമലാണെന്ന് പറയില്ലേ. നോർമൽ എന്ന് പറഞ്ഞാൽ 3 കാര്യമുള്ള ആൾക്കാണ് നോർമൽ. ഒന്ന്, സ്വന്തം നിലവാരം എന്താണെന്ന് അറിയണം. ഞാൻ ആരാണെന്ന് അറിയണം, അത് ആദ്യം അറിയേണ്ടതാണ്. ഞാൻ ആരാണ്? ഞാനിപ്പോ ഒരു ബർമൂഡിയും ഒരു ടീഷർട്ടും ഒക്കെ ഇങ്ങനെ ഇട്ടിട്ട് നല്ലൊരു ബർമൂഡ എന്ന് മനസ്സിലായല്ലോ അല്ലെ? ട്രൗസർ നല്ലൊരു ഇറക്കുള്ള ഒരു ട്രൗസറും ഒരു ടീഷർട്ടൊക്കെ എടുത്തിട്ട് മംഗലാപുരം അങ്ങാടി കൂടി ഇങ്ങനെ നടന്നാല് എങ്ങനെ ഉണ്ടാവും? അവറത്തും അറിയില്ലേ, നിസ്കാരം ചെയ്യാവൂലേ? അവറത്തും അറിയും, നിസ്കാരം ചെയ്യാവും. എന്നാ നടക്കാൻ പാടുണ്ടോ? അത് പാടില്ല. എന്തേ? എന്റെ നിലവാരത്തോട് യോജിക്കൂല, അതിന്റെ പ്രശ്നം. ഒരാൾക്ക് ആദ്യം മനസ്സിലാവേണ്ടത് അവനാന്റെ നിലവാരമാണ്. ഇതില്ലെങ്കിൽ ആള് അബ്നോർമലാണ്. പിരാന്തുള്ളവർക്കാണ് നമ്മൾ അബ്നോർമൽ എന്ന് പറയുന്നത്. എന്താ പിരാന്ത് പറഞ്ഞാല്? 3 കാര്യങ്ങളാണ്. പിരാന്തില്ല എന്നുള്ളതിന് തെളിവ് 3 കാര്യങ്ങളാണ്. 3 കാര്യം ഉണ്ടെങ്കിൽ പിരാന്തില്ല, 3 കാര്യങ്ങൾ ഇല്ലെങ്കിൽ പിരാന്തുണ്ട്. ഒന്ന്, സ്വന്തം നിലവാരം തിരിച്ചറിയണം. അവനാന്റെ സ്ഥാനം, ഞാൻ ആരാണ് എന്ന് മനസ്സിലാവണം ആദ്യം. രണ്ടാമത്തത്, മറ്റുള്ളവർ ആരാണ് എന്ന് മനസ്സിലാവണം. മറ്റുള്ളവരുടെ സ്ഥാനം. ഹജ്ജത്തുൽ വദാഇന്റെ അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രസംഗിച്ചതാണ്. അലാ ഇന്ന ദിമാഅകും വ അംവാലകും വ അറാദകും ബൈനകും ഹറാം കഹുർമതി യൗമികും ഹാദാ ഫീ ശഹരികും ഹാദാ ഫീ ബലദികും ഹാദാ. ചങ്ങായിമാരെ ശ്രദ്ധിക്കും, നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? ഹജ്ജത്തുൽ വദാഇന്റെ അന്ന് നബി തങ്ങളുടെ പ്രസംഗം, ഈ മാസം, ഈ ദിവസം, ഈ സ്ഥലത്തിന് എത്ര പ്രാധാന്യമുണ്ടോ അതിനേക്കാൾ പ്രാധാന്യം നിങ്ങളുടെ പരസ്പരമുള്ള അഭിമാനത്തിനുണ്ട്. ഒരു മനുഷ്യന്റെ അഭിമാനം കളയാൻ പാടില്ല.
ഒരാളുടെ അഭിമാനം എത്ര മനസ്സിലാക്കുക? അവന്റെ അനുയായികൾക്കിടയിൽ അവനുള്ള സ്ഥാനമാണ് അവന്റെ അഭിമാനം, നമ്മളെ ഇടയിലുള്ള സ്ഥാനമല്ല. ഒരാളുടെ അഭിമാനം എന്ന് പറയുന്നത് അവന്റെ അനുയായികൾക്കിടയിൽ അവനുള്ള സ്ഥാനമാണ്. അഴിമതിക്കാരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പം പത്രങ്ങൾ എഴുതുമ്പോൾ ബഹുമാനിച്ചുകൊണ്ടാണ് എഴുതുക. അദ്ദേഹം എന്നേ എഴുതുള്ളൂ, ഓന് എന്ന് പറയില്ല, അവർ എന്നേ പറയുള്ളൂ. ബഹുമാനം വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് ഓരോ ആളുകളും അവരവർക്കുള്ള സ്ഥാനം ആദ്യം അറിയണം, മറ്റുള്ളവർക്കുള്ള സ്ഥാനം അറിയണം. അതറിഞ്ഞിട്ടാണ് പെരുമാറേണ്ടത്. അവരുടെ ആളുകൾ അവർക്ക് നൽകുന്ന സ്ഥാനത്തിനാണ് അവരുടെ അഭിമാനം എന്ന് പറയുന്നത്. അതറിഞ്ഞ് പെരുമാറണം. നമുക്കൊരാളോട് എതിർപ്പാണെന്ന് തോന്നിയിട്ട് തോന്നി വർത്താനം മുഴുവൻ പറയാനൊന്നും പാടില്ല. നമുക്കവനോട് എതിർപ്പുണ്ടെന്നുള്ളത് ശരിയാണ്, പക്ഷെ എൻ്റെ അഭിമാനം സംരക്ഷിച്ചുകൊണ്ട് വേണം സംസാരിക്കാൻ. മൂന്നാമത്തെ കാര്യം, അപ്പൊ ഒന്നാമത്തെ കാര്യം അതാണ്. രണ്ടാമത്തെ കാര്യം മറ്റുള്ളവരുടെ അഭിമാനം മനസ്സിലാക്കുക എന്നുള്ളതാണ്. മൂന്നാമത്തെ കാര്യം സ്ഥലം, സന്ദർഭം, സാഹചര്യം, 3 കാര്യങ്ങൾ മനസ്സിലാവലാണ്. സ്ഥലം, സന്ദർഭം, സാഹചര്യം. വാപ്പാനോട് വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചു കൊണ്ടിരിക്കുമ്പോൾ പറയുന്ന സംസാരം വാപ്പാനോട് 4 ആളിടയിൽ വെച്ച് പറയാൻ പാടുണ്ടാവില്ല. സ്ഥലം, സന്ദർഭം, സാഹചര്യം മനസ്സിലാവണം. നമ്മളിങ്ങനെ വീട്ടിൽ ഡൈനിങ് ഹാളിൽ എല്ലാവരും കൂടി ഇരുന്നിട്ട് വാപ്പയും കുട്ടികളും ഇങ്ങനെ ചോറ് കഴിക്കുമ്പോഴുള്ള വർത്താനം ഉണ്ടല്ലോ, ഭക്ഷണം കഴിക്കുമ്പോൾ പറയുന്ന സംസാരം, ഈ സംസാരം ആളുകൾക്കിടയിൽ വെച്ച് പറ്റൂല. ഞങ്ങൾക്കൊരു കഥ പറഞ്ഞുതരാം. ആ കഥയും കൂടി കഴിഞ്ഞാൽ ഈ ക്ലാസ് കഴിയും. ബഹുമാനപ്പെട്ട തൊയ്യിബ് വൈസ് ഉസ്താദിന് സുഖമില്ലാത്ത സമയത്ത് കുളിക്കാൻ വേണ്ടി വെള്ളം കൊണ്ടുപോയി വെക്കാണ് ബക്കറ്റിൽ. അപ്പോ ഹൈദർസ്വലിയറിന് ഇങ്ങനെ വെള്ളം താങ്ങി പിടിച്ചിട്ട്, ഇപ്പത്തെ മാതിരി ടാപ്പ് എന്നുള്ള സമയമല്ലല്ലോ, വെള്ളം കോരിയിട്ട് കിണറ്റിൽ നിന്ന് കോരിയിട്ട് ബക്കറ്റിലാക്കിയിട്ട് കൊണ്ടുവെക്കണം. അപ്പൊ ഉസ്താദ് ഇങ്ങനെ കൊണ്ടുവച്ചു കൊടുക്കുമ്പോ തൊയ്യിബ് പൈസ ഓടിച്ചെന്ന് ബക്കറ്റ് വാങ്ങാൻ വേണ്ടിയിട്ട്. അതിൽ ഉസ്താദ് പറഞ്ഞതരെ, ഇന്ന് ഒരു ബക്കറ്റ് വെള്ളം കൊണ്ടുവെക്കാൻ എനിക്ക് കഴിയും. എനിക്ക് കഴിയാത്ത സമയത്ത് നിങ്ങളൊക്കെ തന്നെയല്ലേ നോക്കാനുള്ളത്, അപ്പൊ നിങ്ങൾ നോക്കിക്കോളി. ഇന്നിപ്പോ എനിക്കിതിന് കഴിയല്ലോ. ഞാൻ കഴിയുന്ന കാര്യം ചെയ്യാതിരുന്നാൽ പിന്നെ എനിക്ക് തീരെ വയ്യാതാവൂലേ, അതുകൊണ്ട് ഞാൻ തന്നെ കൊണ്ടക്കാന്ന് പറഞ്ഞിട്ട് ബക്കറ്റ് കൊണ്ടച്ചു. കുളി കഴിഞ്ഞു, വസ്ത്രം മാറ്റി, ദാറുൽ ഹുദന്റെ എന്തോ ഒരു ആവശ്യത്തിന് വേണ്ടി ഒരു വഴിക്ക് പോവുകയാണ്. ഉസ്താദും പിന്നെ ബാപ്പുട്ടിയാജി അങ്ങനെ 2-3 ആൾക്കാർ മുന്നിൽ നടക്കുന്നുണ്ട്. തയ്യിബ് വൈസി വേറെ 1-2 ആൾക്കാരും ബാക്കിലുണ്ട്. കുറെ ഇങ്ങനെയാണ് മുന്നിക്ക് നടന്നപ്പോ ഹൈദർസ് ഉസ്താദ് ബാക്കിൽ ഇങ്ങനെ മെല്ലെ വന്നിട്ട് ചെറിയൊരു ബാഗ് ഉണ്ട് ഹൈദർസ് ഉസ്താദിന്റെ അടുത്ത്. ആ ബാഗ് തൊയ്യിബ് വൈസിയുടെ കൈ കൊടുത്തിട്ട് പറഞ്ഞിട്ട് ഇതവിടെ പിടിച്ചോ എന്ന് പറഞ്ഞു. തൊയ്യിബ് വൈസ് വാങ്ങി കൈ പിടിച്ചു. എന്തേ മനസ്സിലായത്? ബാത്റൂമിലേക്ക് കുളിക്കാൻ ബക്കറ്റും വെള്ളം പൊന്തുന്ന ആൾക്ക് ഇത്ര പോന്നൊരു ബാഗ് പൊന്തായിട്ടല്ല, ആൾക്കാരുടെ ഇടയിൽ ഈ ബാഗ് പിടിക്കേണ്ടത് മകനാണ്. വീട്ടിൽ നിന്ന് വാപ്പാനോടുള്ള പെരുമാറ്റമല്ല ആൾക്കാരുടെ ഇടയിൽ വെച്ചിട്ട് വേണ്ടത്. ഇതിനാണ് സാഹചര്യം മനസ്സിലാകുക എന്ന് പറഞ്ഞത്. ഇതൊരാൾക്ക് മനസ്സിലായാൽ അവൻ നോർമലാണ്, മനസ്സിലായിട്ടില്ലെങ്കിൽ അബ്നോർമലാണ്. ഇനി തീരുമാനിച്ചോളൂ. ഞാൻ ആരും ഒന്നും പറഞ്ഞിട്ടില്ല. നമ്മൾ നോർമലാണോ അബ്നോർമലാണോ എന്ന് ഓരോരുത്തരും തീരുമാനിക്കുക. അബ്നോർമൽ എന്ന് പറഞ്ഞാൽ പിരാന്തം എന്നാണ് അതിന്റെ നേരർത്ഥം. നോർമൽ എന്ന് പറഞ്ഞാൽ ബുദ്ധിയുള്ളവന് എന്നാണ്. എന്താ ബുദ്ധി, എന്താ ബുദ്ധി ഇല്ലായ്മ. അതുകൊണ്ട് ആകെ പറഞ്ഞത് ഇത്രയാണ്. ഒരുപാട് സൽസ്വഭാവങ്ങളുടെ കൂട്ടമാണ് പരിശുദ്ധമായ ദീൻ. മാറണം എന്ന് ആഗ്രഹിച്ചാൽ ആർക്കും മാറാം, പക്ഷെ ഒരു മാറ്റം വേണമെന്ന് ആഗ്രഹിക്കണം എന്നാൽ മാറാൻ പറ്റും. ഈ ക്ലാസ് കൊണ്ട് ആകെ വേണ്ടത് ജീവിതത്തിൽ ഒരു മാറ്റം വരണം. നിങ്ങൾ ആഗ്രഹിക്കണം. പെരുമാറ്റത്തിൽ, ചുറ്റുപാടുകളിൽ, നടത്തത്തിൽ, ഇരുത്തത്തിൽ, സംസാരത്തിൽ, സാമ്പത്തിക ഇടപാടുകളിൽ, മറ്റുള്ളവരുമായി ഇടപഴകുന്നതിൽ, ഭക്ഷണം കൊടുക്കുന്നതിൽ, ഭക്ഷണം വാങ്ങുന്നതിൽ, ജീവിതത്തിന്റെ എല്ലാ കാര്യങ്ങളിലും, കച്ചവടത്തിൽ, വിൽക്കുന്നതിൽ, വാങ്ങുന്നതിൽ ഒരു മാറ്റം വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കണം. ഇസ്ലാമിന്റെ യഥാർത്ഥ സ്വഭാവം നമ്മളിൽ ഉണ്ടാവണമെന്ന ഒരു ആഗ്രഹത്തിന് ഈ ക്ലാസ് പ്രചോദനമാവട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞതും കേട്ടതും സാലിഹ് അമലായി സ്വീകരിക്കട്ടെ.